ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടക്കൃഷിയെക്കുറിച്ചാണ്. നമ്മുടെ വെണ്ടക്കൃഷിയിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം തൈകൾ നടാനായിട്ട്. അപ്പോൾ വെണ്ടക്കൃഷിയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വെണ്ടച്ചെടി നട്ടിപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരു 12 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് അടിവളങ്ങളായി ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കി എല്ലാം റെഡിയാക്കി വെച്ച വെണ്ടച്ചെടിയായിരുന്നു ഇത്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമ്മളിതിന് ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ജൈവ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ല കരുത്തോടെ വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഇതിന് അടുത്ത വളം കൊടുക്കേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളമായിട്ട് എന്താണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ദ്രാവക രൂപത്തിലുള്ള വളങ്ങളൊന്നും കൊടുക്കരുത്. അതുപോലെ ഖരരൂപത്തിലുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട്. അതായത് ചാണകപ്പൊടി, അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി തന്നെ നമുക്ക് ചെടികൾക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ജൈവവളമായിട്ട് കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ചൂട് കാലൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണങ്ങിയ ഇല കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ വേരിനൊന്നും കോട്ടം തട്ടാതെ നമുക്ക് ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ വേരൊന്നും പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ രീതിയിൽ മണ്ണ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങൾ എന്താണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടത്. ഈ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഉണങ്ങിയ കരിയില നിറച്ചിട്ടാണ് ഈ തൈ നട്ടത്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് മണ്ണ് ഇളക്കിയിട്ടുള്ളൂ. നമുക്ക് വളം കൊടുക്കാം. മഴയാണെന്ന് വിചാരിച്ച് വളങ്ങളൊന്നും കൊടുക്കാതിരിക്കരുത്. ചെറിയ രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്ന് വരികയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കീടങ്ങളുടെ ശല്യം ഇല്ലാതിരിക്കാനും നിമാവിരകൾ പോലുള്ള അസുഖങ്ങളൊക്കെ മണ്ണിൽ കൂടെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാണകപ്പൊടിയും ഈ വേപ്പിൻ പിണ്ണാക്കും ഈ എല്ലുപൊടിയും മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ വെണ്ടച്ചെടിയുടെ ചുറ്റുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടിനോട് ചേർന്ന് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. കുറച്ച് ദൂരെയായിട്ട് വേണം നമ്മൾ ഏത് വളം കൊടുക്കുകയാണെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല പോലെ തന്നെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെണ്ടച്ചെടിക്ക് ഇട്ട് കൊടുക്കാം. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ 10 ദിവസം കൂടുമ്പോൾ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലറി പോലുള്ള ജൈവവളങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട. മഴയൊക്കെ മാറിയിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ഒക്കെ കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഇതുപോലെ കൊടുക്കുന്നതാണ് ചെടികൾക്ക് ഏറ്റവും നല്ലത്. എന്നാലും അത് ചെടികൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്ലറി പോലുള്ളതൊക്കെ ഒഴിച്ച് കൊടുത്താൽ അത് മഴ പെയ്ത് ഗ്രോ ബാഗിലൊക്കെ വെള്ളം നിറയുമ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഒലിച്ചു പോകും. അപ്പോൾ വളങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അതിന് മണ്ണ് കൂട്ടിക്കൊടുക്കണം. അങ്ങനെ മണ്ണ് കൂട്ടിക്കൊടുത്താലേ അത് നല്ല കരുത്തോട് വളരുകയുള്ളൂ. അതേപോലെ തന്നെ നല്ല കാറ്റും മഴയൊക്കെ ആവുന്ന സമയത്ത് നല്ലൊരു കമ്പൊക്കെ ഇതിന് കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞൊന്നും വീഴത്തില്ല. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ അതിലോട്ട് മണ്ണും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചെറിയ രീതിയിൽ ആ ഉണങ്ങിയ ഇല കൊണ്ടൊക്കെ പുതയിട്ട് കൊടുക്കണം. വാഴ ഇലയോ പ്ലാവിൻ്റെ ഇലയോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ നമ്മൾ കൊടുത്ത വളങ്ങളൊന്നും അല്ലാതെ ഒന്നും ഒലിച്ചു പോവില്ല. അപ്പോൾ അങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യുക. എന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വെണ്ടക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.